ജീവൻ പണ്ട് മുതലേ ഉള്ളൊരു സ്ഥാപനം, അവർ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ പോരാ, അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം, ഒന്നില്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കണം, എന്തെങ്കിലും ചെയ്തിട്ട് ബിസിനസ്സിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അവരുടെ മുൻപിലുള്ളൊരു കാര്യം, ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ, ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സിൽ മാറ്റം വരുത്തണോ, ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള ആ ഒരു ലോഗോയിൽ മാറ്റം വരുത്തണോ, പേരിൽ മാറ്റം വരുത്തണോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പാക്കിങ്ങിലോ ആ ഒരു എലമെൻറ്റ്സിൽ ടോട്ടൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ, അവർ ആ കൂടി കൺഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെയുള്ളൊരു സ്റ്റേജിൽ ഒരു സംരംഭകൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് മാറ്റണോ വേണ്ടോ എന്നുള്ളത് അവൻ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ജീവൻ എന്ത് തോന്നുന്നു? ഇത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു സംശയമാണത്. അത് വളരെ പോസിറ്റീവായിട്ട്, ഇപ്പോൾ സിജു പറഞ്ഞ പോലെ വളരെ പണ്ട് തൊട്ടുള്ളൊരു സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും. ഈ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥാപനങ്ങൾ നമ്മൾ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ചെയ്തു, വെബ്സൈറ്റ് ഉണ്ടാക്കി, അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇത് കണ്ടു കഴിയുമ്പം കണ്ട് നമുക്ക് തന്നെ ഇത് യൂസ്ഡ് ആവും. അപ്പോൾ നമുക്കതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാലോ, അല്ലെങ്കിൽ ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോയോ എന്നൊക്കെ തോന്നൽ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ രണ്ട് സിറ്റുവേഷനാണെങ്കിലും നമ്മൾ ഈ ബ്രാൻഡിനെ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടത്, നമുക്ക് റീബ്രാൻഡിങ് വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് ബ്രാൻഡ് ഓഡിറ്റ് എന്ന് പറയാം. ഇപ്പോൾ വലിയ ഓർഗനൈസേഷൻസിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ബ്രാൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയ ഓർഗനൈസേഷനിലൊന്നും അത് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അത്തരത്തിലൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ്. നമ്മൾ എവിടെയാണ് നമ്മളെ ബ്രാൻഡിൻ്റെ ഓരോ എലമെൻസും നിൽക്കുന്നതെന്നുള്ളത്. അപ്പം ആ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു ഇതിലേക്ക് പോകാം. അപ്പം ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുക ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. അതിനുശേഷം അത് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്പേർട്ട് ടീമിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. നമ്മൾ സാധാരണ ഓഡിറ്റിംഗ് എന്ന് കേൾക്കുന്ന സമയത്ത് ഈ ഫൈനാൻഷ്യൽ ഓഡിറ്റിംഗ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ വർഷാവസാനം നമ്മൾ ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഓഡിറ്റിംഗ്, കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ചെയ്യാം, മറ്റൊന്ന് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ചെയ്യാം. ഇൻറ്റേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ അകത്ത് തന്നെ നമുക്കത് ഓഡിറ്റിംഗ് ചെയ്യാം, അതൊന്ന് വിശകലനം ചെയ്യാം. എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ളൊരു വ്യക്തി, സ്വതന്ത്രനായിട്ടുള്ളൊരു വ്യക്തി വന്നിട്ട് ആ ഓർഗനൈസേഷനകത്ത് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പഠിച്ച്, ഓഡിറ്റർ വന്ന് പഠിച്ച് ആ കാര്യങ്ങളെല്ലാം സർട്ടിഫൈ ചെയ്തിട്ട് പോകുന്നു. അപ്പം ഇത് ഈ ഓഡിറ്റിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാൻഡേറ്ററി ആണ്. നമ്മൾ ഇത്തരത്തിൽ കമ്പനി റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ബ്രാൻഡ് ഓഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് അങ്ങനെ പലരും ആരും തന്നെ ചിന്തിച്ചിട്ടില്ല അത് ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ ബ്രാൻഡ് ഓഡിറ്റിങ് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ബ്രാൻഡ് ഓഡിറ്റിങ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആ ഓർഗനൈസേഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര കാലം റൺ ചെയ്യുന്നു, ഓൾറെഡി അവർക്കുള്ള ബ്രാൻഡ് എലമെൻറ്റ്സ് ഇന്നത്തെ കാലത്ത് റിലവൻ്റ് ആണോ, ആ ഓർഗനൈസേഷൻ്റെ സ്കെയിൽ എത്രത്തോളം ആണ്, അല്ലെങ്കിൽ എത്രത്തോളം സ്കെയിലബിൾ ആണ്, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ചെറിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥാപനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ലെവലിൽ ബ്രാൻഡ് ഓഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമുക്ക് ഒരു ബിസിനസ്സിന് അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തുന്ന സമയത്ത് ഈ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ, നമ്മുടെ ഓർഗനൈസേഷൻ കൾച്ചർ ഓക്കെ ആണോ, ആ ഓർഗനൈസേഷനിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കൊറോണ ഒക്കെ മുമ്പ് വരെ ഓഫ്ലൈനായിട്ട് മാത്രം റൺ ചെയ്തുകൊണ്ടിരുന്ന പല സ്ഥാപനങ്ങളും കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൊറോണ സമയത്ത് ഓൺലൈനിലേക്ക് മാറി. ആ സമയത്ത് അവർ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോഗോ കൊണ്ടുപോയിട്ട് ഒരു വാട്സപ്പ് ഐക്കൺ ആക്കി വെക്കുമ്പോൾ, ഒരു പ്രൊഫൈൽ പിക്ചർ ആക്കുന്ന സമയത്ത് അതിൽ ഫിറ്റ് ആവില്ല, അല്ലെങ്കിൽ അതിൽ വളരെ സ്മോൾ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരേണ്ട അവസ്ഥ വന്നേക്കാം. എല്ലാത്തിനും അല്ല, എന്നാലും അതിൽ അല്ലെങ്കിൽ സെക്കൻഡറി ലോഗോ അവർക്ക് വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടാവാം. എനിക്കറിയാവുന്ന ഒരു സ്ഥാപനം, നമ്മുടെ ക്ലയൻ്റ് അല്ല, അവർ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ 3-4 പ്രാവശ്യമാണ് ലോഗോ മാറ്റിയിട്ടുള്ളത്. കാരണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അത് ചിലവിടെ ഫിറ്റ് ആവത്തില്ല. അതുണ്ടാക്കിയ സാധനം ഈ ഫാബ്രിക്കണായിട്ട് വെബ്സൈറ്റിൻ്റെ മേലെ വയ്ക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ചിലതിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ ഇത് മാറ്റിയിട്ട് ആ കൂടി ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ബ്രാൻഡ് ഓഡിറ്റിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. ഇത് ശരിക്കും ഒരു സംരംഭകന്, ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഇതിൻ്റെ ഒരു നോഹ ഉണ്ടാവത്തില്ല. ഈ ബ്രാൻഡ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അറിവുണ്ടാവത്തില്ല. അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, കാരണം ആളുടെ ഒരു മേഖലയല്ല അത്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാൻഡ് ഓഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? ബേസിക്കായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെരിഫറൽ ലെവലിൽ നമുക്കൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം. നമ്മളൊരു വീട് വെക്കാൻ പോവുകയാണ്.
ഒരു എഞ്ചിനീയർ വന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ പ്ലാൻ ഇടും, എവിടെ വീട് വെക്കാൻ പറ്റും, അതിൻ്റെ സ്ഥലം, നമ്മളതിലൊരു ഐഡിയ ഉണ്ടാവും. അപ്പം അത്തരത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള ലേണിംഗ് നടത്തിയ ശേഷം ഈ സംരംഭകർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബേസിക് ആയിട്ടത് ഫിറ്റാണോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. അതിനുശേഷം ഒരു എക്സ്പേർട്ട് ടീമിനെ ഏൽപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇനിഷ്യലി ആ സംരംഭം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. ഇനി അതല്ല അത് തന്നെ എക്സ്പേർട്ട് ടീമിനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏൽപ്പിക്കാം ഈ പറഞ്ഞ പോലെ. പക്ഷെ അതിൻ്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതായത് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത് പോലെ ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും. എക്സ്റ്റേണൽ ഓഡിറ്റ് ആണെങ്കിൽ ഓഡിറ്റർ നമുക്ക് കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്റേണൽ ഓഡിറ്റിംഗ് അകത്തുള്ള ആൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ആണ്. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിനകത്ത് നമുക്ക് ഇന്റേണൽ ഓഡിറ്റിംഗ് ആ ഓണ്ടർപ്രണർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഡെഫിനറ്റ്ലി ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ എലമെന്റ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കി അത് ശരിയാക്കേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫ്രാഞ്ചൈസീസ് ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ ഓഡിറ്റിംഗ്, ബ്രാൻഡ് ഓഡിറ്റിംഗ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. കാരണം വൺസ് ഈ ഫ്രാഞ്ചൈസി അലോ ചെയ്ത് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും ഒരു എലമെന്റ്സിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഹൈലി റിസ്കി ആയിരിക്കും. ആൻഡ് ആൾസോ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ എക്സ്പാൻഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ, ഈ നമ്മുടെ നാട്ടിൽ തന്നെ ബിസിനസ് റൺ ചെയ്ത് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതായത് പിന്നീട് ഈ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് വലിയൊരു ഭീമമായിട്ടുള്ള തുക മുടക്കുന്നതിനേക്കാളും ഇനീഷ്യലി തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയാം. ഇതാണ് കാര്യം. അപ്പം നമ്മൾ അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വന്നിട്ടൊരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം, കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. സോ യു ഗൈസ് ആർ ബേസിക്കലി മോക്കിംഗ് ആൻഡ് ലാഫിംഗ് അറ്റ് യുവർ ക്ലയൻസ്. നമ്മുടെ ക്ലയൻസിനെ നമ്മൾ കളിയാക്കുന്നുണ്ട്, നമ്മുടെ ക്ലയൻസിനെ രീതിയിലാണ് കഴിഞ്ഞ വീഡിയോയ്ക്കാണ് അങ്ങനെ വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോൻ്റെ ടോപ്പിക്ക് ബ്രാൻഡിങ്ങിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, നമ്മുടെ 2 പിക്കിൾസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ളത്, ബ്രാൻഡിങ് ചെയ്യാത്ത ബിസിനസ്സുകൾക്ക് സെയിൽസ് കൂടുന്നു എന്നുള്ളൊരു വിഷയം. അല്ല, നമ്മളതിൽ മോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ ക്ലയൻറ്റ് അല്ല, നമ്മളോട് ഒരു ആൾ പറഞ്ഞതാണ്, അവരിങ്ങനെ ചെയ്ത സമയത്ത് എവിടെയോ കൊടുത്ത് ബ്രാൻഡ് ചെയ്തു, കച്ചവടം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, ഒരു കേസ് സ്റ്റഡി പറയുമ്പോൾ അതെങ്ങനെയാണ് മോക്കിയാവുക? ആളുകൾക്ക് എന്തും പറയാലോ. അത് പിന്നെ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇതാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം പറയണം, അപ്പോൾ അതിനകത്ത് ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ ബ്രാൻഡ് നെയിമോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ മോക്കിയല്ല. അയാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ നമുക്ക് അറിയാമല്ലോ. ഇതൊക്കെ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ മുമ്പ് ഞാൻ ചെയ്തൊരു ടോക്കിൻ്റെ, ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള ടോക്കിൻ്റെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ അറിയില്ല, കമൻറ്റ് ചെയ്തേക്കാണ് സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഓഡിയൻസ് പോരാ, ഇതിന് പറ്റിയ ഓഡിയൻസ് അല്ല. എന്താ പറയാ, പൊതുവെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് ടൈപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഇവരുടെ സമയത്ത് നമ്മൾ മാനിക്കണം. അതെ അതെ, പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ജീവൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പാരഗ്രാഫ് ആയിട്ട് ഇതിൽ കുറ്റങ്ങൾ എഴുതുമായിരുന്നു. നല്ലത് എഴുതാനായിട്ട് ഇവര് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. റീച്ച് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് റീച്ച് കൂടും. എനിവേ, കുറ്റങ്ങൾ ഇനിയും എഴുതിക്കോട്ടെ ആൾക്കാർ. സന്തോഷം. നല്ലതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും. പക്ഷെ ഇത് കുറ്റമാണ്, ഇതിനകത്ത് മനസ്സിലാക്കില്ല, കാരണം നമ്മൾ ചെയ്യാത്ത പ്രശ്നമാണ് അവർക്കും ഈ പറഞ്ഞ പോലെ. എനിവേ, ആയിക്കോട്ടെ. സോ ഇനിയും നമ്മുടെ ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എങ്ങനെ ഓഡിറ്റിംഗ് ചെയ്യാം, അതിന് നമുക്ക് അവർക്ക് ഏത് രീതിയിൽ സഹായിക്കാനായിട്ട് കഴിയും? ഇതിനകത്ത് നമ്മളിതിനെക്കുറിച്ച് മുമ്പ് ആലോചിച്ചറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം നമ്മളതിനൊരു ടൂളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു നമ്മൾ അന്ന് കണ്ടൊരു പ്രശ്നം, ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡ് ഓഡിറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് നമ്മളെ ഇൻറ്റേർണൽ ബ്രാൻഡിംഗ് എന്ന് പറയാം, 2 എക്സ്റ്റേണൽ ബ്രാൻഡിങ്, 3 കസ്റ്റമർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇൻറ്റേർണൽ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കമ്പനിയുടെ വിഷൻ, മിഷൻ, അതിനകത്തുള്ള കൾച്ചർ, നമ്മളെ എംപ്ലോയീസ് എത്രത്തോളം നമ്മളെ വിഷനും മിഷനും എഡ്യൂക്കേറ്റഡ് ആണ്, അവർ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാർട്ടാണ് ഇൻറ്റേർണൽ ബ്രാൻഡിങ്. അല്ല, ഇതിനകത്ത് നമ്മൾ ഈ ഇൻറ്റേർണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഫിനാൻസ് ഓഡിറ്റായിട്ട് കമ്പയർ ചെയ്ത്, കാരണം അത് നമ്മൾ സ്ഥാപനത്തിനകത്ത് നടന്ന പരിപാടിയാണ്. ഇത് സ്ഥാപനത്തിനകത്തുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മളത് കാരണം എക്സ്റ്റേണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് വേറെ പുറത്തുള്ള ഏജൻസി ഒന്നുമല്ല, അതും ഇവർ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഇൻറ്റേർണൽ കൾച്ചർ, വിഷൻ, മിഷൻ, നമ്മുടെ ഒരു ഡയറക്ഷൻ. അൾട്ടിമേറ്റ്ലി ഇത് പുറത്തുള്ള ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ പബ്ലിക്കിനോ അറിയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മുടേതായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചിലപ്പോൾ ഗോൾസ് ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ കുറേ വാല്യൂസ് ഉണ്ടാവാം. ഇത് പുറത്തൊരാൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് അവർക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇയാളുടെ ഗ്രോത്തിനും ലൈഫിനും ഇത് മാൻഡേറ്ററി ആയിരിക്കും.
അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഇന്റേണൽ ബ്രാൻഡിങ്. ഇപ്പോൾ ഇതുപോലെ എക്സ്റ്റേണൽ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആവാം, പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറി ആവാം, സർവീസ് ആവാം, മെസ്സേജിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആവാം, ലോഗോ ആവാം, വെബ്സൈറ്റ് ആവാം, ഇമെയിൽ ക്യാമ്പയിൻ ആവാം, സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ആവാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പാർട്ടാവാം. ഈ പാർട്ടിനെയൊക്കെ കൂട്ടി നമുക്ക് എക്സ്റ്റേണൽ ബ്രാൻഡിങ് എന്ന് പറയാം. അതായത് കസ്റ്റമേഴ്സ് കാണുന്ന കാര്യങ്ങൾ, ഓഡിയൻസ് കാണുന്നതും ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം എക്സ്റ്റേണൽ ബ്രാൻഡിങ്, ഇൻക്ലൂഡിങ് അവരുടെ പ്രൊഡക്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ വരും. പ്രോഡക്റ്റ് വരും. ഫൈനലി വരുന്നത് മറ്റൊന്നാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ ഈ കസ്റ്റമർ എങ്ങനെ ഈ ബ്രാൻഡുമായിട്ട് എൻഗേജ് ചെയ്യുന്നു, അവർക്ക് ഈ ബ്രാൻഡിനെ കുറിച്ചുള്ള ഫീലിങ്സ് എങ്ങനെയാണ്, ഈ സെയിൽസ് പ്രോസസ്സും ഈ കസ്റ്റമർ സപ്പോർട്ടും എങ്ങനെയാണ്, കസ്റ്റമർ സർവീസ് പോളിസീസ് എങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ഈ ചില ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ചില വെബ്സൈറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യില്ല, തോന്നില്ല. കാര്യം അവരുടെ കസ്റ്റമർ സർവീസ് പോളിസിയോ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളോ ഒക്കെ. ഇപ്പോൾ റീസെൻ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഫ്ലിപ്കാർട്ട് ആമസോണും ഫോണോ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റൊന്നും ഇനി നേരിട്ട് റിട്ടേൺ എടുക്കില്ല, നമ്മൾ കമ്പനീനെ അപ്രോച്ച് ചെയ്യണം. അതൊരു വലിയ വാർത്തയാകാൻ കാരണം അവരുടെ ഒരു കസ്റ്റമർ സർവീസ് പോളിസി മാറ്റം വന്നു. അപ്പോൾ നമുക്ക് ആ ബ്രാൻഡിനോടുള്ള ഇമേജ് തന്നെ മാറാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാക്ടറും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്, കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ ആൻട്രപ്രണർ നോക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാൻഡ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു ആൻട്രപ്രണർ അതിനകത്ത് ബേസിക് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ എടുക്കുക. അപ്പോൾ ലോഗോയ്ക്ക് അകത്ത് ഇത് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഫിറ്റ് ആവുന്നുണ്ടോ, ഇത് വിസിബിൾ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടോ, മിനിമലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ബേസിക് ആയിട്ടൊന്ന് നോക്കാം. ഇവർക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ ഇവരുടെ ബ്രോഷേഴ്സ് എങ്ങനെയുണ്ട്, കാണുന്ന ഒരാൾക്ക് എത്രത്തോളം അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ഒബ്സർവേഷനിൽ അത് കൊള്ളാമോ ഇല്ലയോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നമ്മളെ കളേഴ്സ് ആവാം, അഡ്വർടൈസ്മെൻറ്റ് ആവാം, ലിറ്ററേറ്റ്, ഇതൊക്കെ ബേസിക്കലി ഇവർക്കൊരു ഇനീഷ്യൽ ഫീലിംഗ് നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു കമ്പനി ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ എല്ലാ ഡയമെൻഷൻസും ചെയ്യും. ഇപ്പം നമ്മളതിൻ്റെ ബ്രാൻഡ് കളേഴ്സ് അവരുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന, കമ്പനിയുടെ വിഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ഈ പറഞ്ഞ ബ്രാൻഡ് ഐഡൻറ്റി ഗൈഡ് ലൈൻസ് കൺസിസ്റ്റൻ്റ് ആണോ, ഇതൊക്കെ. പക്ഷേ ഒരു ടെക്നിക്കലാണ് കുറച്ചും കൂടെ. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രാൻഡ് ഓഡിറ്റ് നടത്തുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സർവേ നടത്തും, എങ്ങനെ നിങ്ങൾ ഈ ബ്രാൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ ഈ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, ഈ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു, ഇങ്ങനെ കുറേ സർവേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ചെയ്യാം. ദെൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാറ്റ നമ്മൾ നോക്കും, ഇത് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബൗൺസ് റേറ്റ് എങ്ങനെയുണ്ട്, കൺവേർഷൻ റേറ്റ് ഉണ്ടോ, ഇതെന്തിനാണ്. ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് എന്ന ലെവൽ വെറുതെ വെക്കുന്ന ആൾക്കാരുണ്ട്, അതിനകത്തുനിന്ന് കൂടി സെയിൽസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ പർപ്പസും കൂടെ മീറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നുണ്ടോ. ദെൻ ഈ ടാർഗറ്റഡ് ഡെമോഗ്രാഫീനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ഉണ്ടാവും. നമ്മളൊരു ഇൻറ്റേർണൽ സർവേ നടത്തും, ഈ കമ്പനിയുടെ ഓർഗനൈസേഷനിലുള്ള ആൾക്കാർക്ക് ഈ ഇതിൻ്റെ മിഷനെ കുറിച്ചൊക്കെ ധാരണയുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സിദ്ധാ ഓർമ്മയുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഇത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഈ ഇനീഷ്യൽ സാധനം ചെയ്യാൻ തന്നെ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ബേസിക്കലി നമ്മൾ ഒരു സംരംഭകനോട്, പക്ഷേ സിജുവിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ സിജു അവരോട് ഏറ്റവും അധികം ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയായിരിക്കും. അപ്പോൾ ആ റൈറ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുക, ഓക്കെ ഇതിങ്ങനെയാണല്ലോ എന്ന്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ കുറേയും കൂടെ ഐഡിയാസ് ഒരു ബ്രാൻഡ് ഓഡിറ്റിങ്ങിന് സംരംഭത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൂള് അങ്ങനെയാണ് നമ്മൾ ഡിസൈനിങ്ങിലേക്ക് എത്തിയല്ലേ. യെസ്, ബേസിക് ബ്രാൻഡ് ഓഡിറ്റ് അസസ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊരു ഓൺട്രപ്രണർക്കും വളരെ ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ബ്രാൻഡിൻ്റെ സ്കോർ എത്രയാണെന്നുള്ളത്, എത്രത്തോളം ബ്രാൻഡ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. എവിടേക്കാണ് പ്രശ്നങ്ങൾ എന്നുള്ളതും ഇവർക്ക് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് ആഴത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ബ്രാൻഡ് ഓഡിറ്റിംഗ് ചെയ്യുന്ന വഴി ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അതിൻ്റെ ഒരു അസസ്മെൻറ്റ് ചെയ്യുന്നത് വഴി. അപ്പം അത് brandism.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. www.brandism.com ക്ലിക്ക് ഗൂഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ ഫീസ് പറയുന്നത്
ഫ്രീ ആണ്, നമ്മൾ ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് തന്നെ ആർക്കും ചെയ്യാവുന്ന ഒരു ബ്രാൻഡ് അസസ്മെൻ്റ് ആണ്. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, നമ്മളിത് ഫ്രീ ആണെന്ന് ആണെങ്കിലും പക്ഷേ ഇതൊരു അടിപൊളി പവർഫുൾ ടൂളാണെന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മളത് അത്യാവശ്യം ടൈം എടുത്ത് റിസർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും അവരുടെ കമ്പനിയുടെ ബ്രാൻഡ് ഓഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ജസ്റ്റ് നമ്മൾ സൈറ്റിലേക്ക് പോകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ബേസിക്കായിട്ട് അവരുടെ പേര്, കമ്പനി നെയിം പോലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഇവർക്ക് നമ്മളൊരു 30 ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ചോദിക്കും. അപ്പോൾ അതിൽ ആൻസർ ടൈപ്പ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് 1 to 5 റേറ്റിംഗ് ആണ്. ആ റേറ്റിംഗ് പുവർ ടു ഗുഡ് അല്ലെങ്കിൽ എക്സലൻറ്റ് ഒരു ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പം ബേസിക്കലി ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇവരുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആവുകയാണ് അതിനകത്തൊരു കാര്യം. ഇപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ലോഗോ കളേഴ്സ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അലൈൻമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ബ്രാൻഡ് വിഷനായിട്ടല്ലേ മാച്ച് ചെയ്യുന്നില്ല, അങ്ങനത്തെ അത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, എന്നാലും അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരു ആൻട്രപ്രണറെ സംബന്ധിച്ചുള്ള എൻ്റെ ബ്രാൻഡിൻ്റെ എല്ലാ സാധനങ്ങളും അടിപൊളിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ റിസൾട്ട് ഫെയിലായി പോകും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ഒരു പുറത്തൊരു എക്സ്റ്റേണൽ വ്യക്തിയായി നിന്നുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് സത്യസന്ധമായിട്ട് ഉത്തരം ചെയ്യുകയാണെങ്കിൽ ഈ 30 ക്വസ്റ്റ്യൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിലിലേക്ക് നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ ഓരോ ഭാഗത്തിൻ്റെയും സ്കോറുകൾ ഉണ്ടാവും. അത് കുറച്ചും കൂടി സിമ്പിളാകുന്ന രീതിയിൽ നമ്മളതിൽ അസൈൻ ചെയ്തിട്ട് ഈ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ അങ്ങനത്തെ പരിപാടികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനകത്ത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് നമുക്ക് സർപ്രൈസ് ആയിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർക്ക് അതിൻ്റെ ഒരു സ്കോർ കാർഡ് കിട്ടും. ആ സ്കോർ നോക്കിക്കൊണ്ട് ഇവർക്ക് മനസ്സിലാക്കുക ഇവർ എവിടെയാണ് ഇവരുടെ ഡ്രോബാക്ക് ഉള്ളത്, അവിടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ചിന്തിക്കാവുന്ന ഒരു ടൂളാണ്. അപ്പം ഇപ്പം ചില ആൾക്കാരൊക്കെ നമ്മളെടുത്ത് ബീറ്റ ടെസ്റ്റ് നടത്തിയ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വെറുതെ ചെയ്തങ്ങ് പോവുക, അല്ലെങ്കിൽ എല്ലാം ന്യൂട്രൽ അടിക്കും, 0. ഈ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ ഉണ്ടാവില്ല, 0 to 5 ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്കോർ ഞെക്കും. അപ്പം അങ്ങനെയും പോകാണ്ടിരിക്കുക. നമ്മൾ അത്യാവശ്യം ക്രിട്ടിക്കലായിട്ട് നമ്മളെ ബ്രാൻഡിനെ അനലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ബ്രാൻഡ് ഓഡിറ്റിംഗ് നടത്തുന്ന ഞാൻ കുറേ ഓൺലൈൻ സെർച്ച് ചെയ്തു. കാരണം നമുക്ക് ഐഡിയ വന്നപ്പോൾ ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാനോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സെർച്ച് ചെയ്താണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. യെസ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനമാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. എന്നുകൊണ്ട് അത് വെറുതെ അങ്ങ് ചെയ്യരുത്. അത് വളരെ കാര്യമായിട്ട് തന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ കാര്യമായിട്ട് ഇരുന്ന് ചിന്തിച്ചിട്ട് തന്നെ അത് ചെയ്യേണ്ട ഒരു അസസ്മെന്റ് ആണ്. ഇപ്പം ആരും കമന്റ് ചെയ്യുക ഫ്രീ ആയിട്ട് കൊടുക്കാനൊന്നും കാരണമുണ്ടോ, മാർക്കറ്റിംഗ് ആണ്. അതെ, തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയത്തില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻഡയറക്ട്ലി നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക തന്നെ വേണം. നമ്മൾ പലപ്പോഴും ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇത് നമ്മളൊരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം ഇത്തരത്തിലൊരു ടൂള് വെച്ചിട്ട് ബ്രാൻഡിങ്ങോ റീബ്രാൻഡിങ്ങിലേക്കോ കടക്കാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ കേരളത്തിൽ, അല്ലെങ്കിൽ ബ്രാൻഡിങ് കൺസൾട്ടൻസി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇന്ത്യയിൽ തന്നെ കുറവായിരിക്കും. അപ്പം അത് നമ്മുടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ പല സാധനങ്ങളും നമ്മൾ ബ്രാൻഡിങ്ങിന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ നിൽക്കാണ്ട് ആൾക്കാർ കൊടുക്കുക, ആൾക്കാർ ചെയ്യട്ടെ. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബ്രാൻഡ് ഓഡിറ്റിംഗ് ടൂള് നമ്മൾ സൗജന്യമായിട്ട് പ്രേക്ഷകർക്ക് നൽകുകയാണ്. www.brandism.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അത് കാണാനായിട്ട് കഴിയും. എന്തായാലും ഞങ്ങളുടെ കൂടുതൽ സർവീസുകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു ഡിസ്കഷനായിട്ട് ഉടനെ തന്നെ കാണാം. റൈറ്റ്.